അപ്പോഴേ കൂട്ടുകാരെ, നമ്മൾ ഇന്ന് ഒരു ഔട്ടിങ്ങിന് ഇറങ്ങിയതാണ്. ഇന്ന് വീണ്ടും നമുക്ക് ചെറിയൊരു പർച്ചേസിങ് ഉണ്ട്. നാളെ നമ്മുടെ കുട്ടിയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ സ്കൂളിൽ അവളുടെ ഫ്രണ്ട്സിനൊക്കെ ചെറിയ ഗിഫ്റ്റ് കൊടുക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് അത് പർച്ചേസ് ചെയ്യാനായിട്ട് ഇറങ്ങിയതാണ്. ചന്തക്കുന്നുള്ള ജാംജൂം ഹൈപ്പർ മാർക്കറ്റിലാണ് കേട്ടോ നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മുകളിലത്തെ നിലയിലാണ് കുട്ടികളുടെ സാധനങ്ങളൊക്കെ ഇരിക്കുന്നത്. അവിടേക്ക് ഇങ്ങനെ കയറി പോവുകയാണ്. പോണ വഴിക്ക് ഇങ്ങനെ ഒരു ഫിഷ് ടാങ്ക് കണ്ടു. അപ്പോൾ അവിടെ കുറച്ച് സമയം നിന്ന് അതൊക്കെ മീനുകളെയൊക്കെ നോക്കി കണ്ടതാ മുകളിലേക്ക് കയറുകയാണ് നമ്മൾ. കയറുന്ന വഴിക്ക് സ്റ്റെപ്സിലൊക്കെ അങ്ങനെ നിറയെ ഫ്ലവർ വേസൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കേട്ടോ അതൊക്കെ കാണാൻ. നമ്മൾ വിചാരിച്ച സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അവരവർക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ തിരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അതിനിടയ്ക്ക് തുമ്പിക്കൊരു വാട്ടർ കളറിൻ്റെ ബോക്സ് കിട്ടി. അത് നോക്കി. അത് കഴിഞ്ഞ് അടുത്ത സാധനത്തിൽ കൈയെത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് സാധനങ്ങൾ അവരെടുത്ത് നോക്കുന്നുണ്ട്, വയ്ക്കുന്നുണ്ട്. ഞാനതൊക്കെ നോക്കി കാണുന്നുണ്ട്. അവരെ ഓരോ സ്ഥലത്തുനിന്നും തിരിച്ച് കൊണ്ടുപോകാൻ ഒരുപാട് പാടുപെട്ടു ഞാൻ. അവസാനം നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ എടുത്ത് ലിഫ്റ്റിൽ കയറി താഴോട്ട് ഇറങ്ങുകയാണ്. അപ്പോഴത്തേനും തുമ്പി വാശി പിടിച്ച് കരയായി. തുമ്പിക്ക് എവിടെ ചെന്നാലും എന്തെങ്കിലും ഒരു ചെറിയ കാര്യം കിട്ടും കേട്ടോ. ഇതുപോലെ അങ്ങനെ കുറുമ്പ് കാണിക്കാനായിട്ട് ഞങ്ങൾ കുറുമ്പിക്കുട്ടിയാണ്. എവിടെ ഇറങ്ങിയാലും ഒരു കുറുമ്പ് അവളടുത്തുനിന്ന് പ്രതീക്ഷിക്കാം നമുക്ക്. അപ്പോൾ അതൊക്കെ സോൾവ് ചെയ്തതാണ് ഞങ്ങൾ താഴെ എത്തി. വീണ്ടും ആ ഫിഷ് ടാങ്കിൻ്റെ അടുത്തെത്തി. മീനുകളെങ്ങനെ കണ്ടപ്പോൾ സന്തോഷത്തോടെ നോക്കി നിൽക്കുകയാണ്. വലുതും ചെറുതുമായിട്ട് പല നിറത്തിലുള്ള മീനുകളെ അവൾ കണ്ടു. നോക്കി സന്തോഷത്തോടെ നോക്കിയിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയോ പറയുന്നുണ്ട്. വീണ്ടും ലിഫ്റ്റ് കയറി വേറെ എന്തോ സാധനം എടുക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. അത് അപ്പയും മോളും തനിച്ചാണ് പോണത്. ഞാനും ആമിയും അവിടെ താഴെ നിൽക്കുകയായിരുന്നു ബില്ലിംഗ് സെക്ഷനിൽ. വീണ്ടും എന്തോ എടുക്കാനുണ്ടെന്ന് പറഞ്ഞ് രണ്ടുപേരും അവിടെ നിന്ന് മെല്ലെ കയറിപ്പോയതാണ്. ബില്ലിംഗ് ഒക്കെ കഴിഞ്ഞതാണ് ഞങ്ങൾ പുറത്തിറങ്ങി. ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് പോവുകയാണ്. കനോലി പ്ലോട്ടിനുള്ളിലൂടെ കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പാലം കഴിഞ്ഞു. നമ്മൾ അതിനടുത്ത് വൈറ്റമിൻ എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അവിടെ നമ്മൾ ആദ്യമായിട്ട് കയറുകയാണ് ഇന്ന്. അപ്പോൾ അവിടേക്ക് പോകണമെന്ന് നേരത്തെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളവിടെ എത്തി ഫുഡ് കഴിക്കാനായിട്ട്. വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നമ്മൾ റെസ്റ്റോറൻറ്റിനുള്ളിലേക്ക് കയറുകയാണ് കേട്ടോ. അതിലൊരു എൻട്രൻസ് ആണ് ഇങ്ങനെ കാണുന്നത്. ഒരു ഫിഷിൻ്റെ വായിലേക്ക് നമ്മൾ കയറി പോകുന്ന രീതിയിലാണ് നമുക്ക് തോന്നുക. കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അവിടെ. നമ്മളിങ്ങനെ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറേ ഉള്ളിലോട്ട് അങ്ങ് കയറി പോകണം. അവിടെ എത്തിയപ്പോൾ ഉള്ളിൽ റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിലെ കാഴ്ചകളാണ് കേട്ടോ ഇതെല്ലാം. എന്തായാലും മൊത്തത്തിൽ ആംബിയൻസ് നമുക്കിഷ്ടമായി. മൊത്തത്തിൽ ഞങ്ങളൊന്ന് കുറച്ച് സമയം നടന്ന് കണ്ടതിന് ശേഷമാണ് അവിടെ നിന്ന് ഇരുന്നത് കേട്ടോ. ഫുഡ് ഓർഡർ ചെയ്തത് വെയിറ്റിങ്ങിലാണ്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ തമാശകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് തുമ്പി ഓരോരോ വാശി പിടിക്കുന്നുണ്ട്. ആമി ഓരോന്ന് കാണിക്കുന്നുണ്ട്. നമ്മളങ്ങനെ ഫുഡിനായിട്ട് വെയിറ്റിങ്ങിലാണ്. ഫുഡ് ഓർഡർ ചെയ്തത് ചിക്കൻ മന്തിയും പിന്നെ ബീഫ് മന്തി. ഇവ രണ്ടുമാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. ഞങ്ങൾ അമ്മയും മക്കളും ചിക്കനേ കഴിക്കുകയുള്ളൂ. അപ്പയ്ക്ക് വേണ്ടിയാണ് ബീഫ് ഓർഡർ ചെയ്തത് കേട്ടോ. കൂടെ ജ്യൂസും ഉണ്ടായിരുന്നു. ഞങ്ങൾ ഫുഡ് എത്തി. നമ്മൾ കഴിക്കാനുള്ള പരിപാടിയിലാണ്. എല്ലാവരും ഫുഡടി പരിപാടിക്കായിട്ട് ഇരിക്കുകയാണ്. എന്തായാലും ഫുഡ് ഞങ്ങൾ ഓരോരുത്തരായിട്ട് അവരവർക്ക് വേണ്ടത്, മക്കൾക്ക് വേണ്ടത് ഞാൻ ഇട്ട് കൊടുത്തു. അവരവർക്ക് വേണ്ടത് അവരവർ കഴിക്കുകയാണ്. അതിനിടയിൽ നടക്കുന്ന കലാപരിപാടികളാണ് ഈ കാണുന്നത് കേട്ടോ. എല്ലാവർക്കും മൊത്തത്തിൽ ഫുഡ് ഇഷ്ടമായിട്ടുണ്ട്. മക്കൾക്ക് ഏതായാലും അവരാഗ്രഹിച്ച പോലെ വലിയ എരിവുള്ളത് രണ്ടുപേരും കഴിക്കില്ല. അപ്പോൾ നമുക്ക് പാകത്തിനുള്ള എരിവും എല്ലാം ആയിരുന്നു ഫുഡിലുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ടുപേരും വയറ് നിറയെ കഴിച്ചു. ഞങ്ങളും അത്യാവശ്യം നന്നായിട്ട് തന്നെ കഴിച്ചു. പിന്നെ നമ്മൾ ആദ്യമായിട്ടാണ് ഇവിടെ കയറുന്നത്. അവിടുത്തെ ഗ്ലാസും കാര്യങ്ങളൊക്കെ അട്രാക്റ്റീവ് ആയിരുന്നു കേട്ടോ. ആ ഗ്ലാസ് കണ്ടപ്പോൾ ആമി പറയുകയാണ് കോളാമ്പി പോലെ ഉണ്ടെന്ന്. കോളാമ്പി എന്താണെന്ന് ആൾക്ക് അറിയില്ല. എന്തായാലും അതിൻ്റെ ഷേപ്പ് കണ്ടപ്പോൾ കോളാമ്പിയാണെന്ന് പറഞ്ഞു. കോളാമ്പി പോലെ ഉണ്ടെന്ന് പറഞ്ഞു. കോളാമ്പീൻ്റെ യൂസ് എന്താണെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ഇന്നത്തെ പരിപാടി അവസാനിപ്പിക്കുകയാണ്. ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. ബായ്.